ഇത് നമുക്ക് പറയാൻ പറ്റണം. പറഞ്ഞിട്ടുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ എളിമപ്പെട്ട് അഹങ്കാരം ഒന്നും ഇല്ലാതെ നല്ല വിശുദ്ധിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായിരിക്കുന്നു, എൻ്റെ പഠിത്തമോ എൻ്റെ സ്റ്റാറ്റസോ എന്ത് തന്നെ ആവട്ടെ, എനിക്ക് എന്തൊക്കെ നന്മ സംഭവിച്ചോ അതെല്ലാം ദൈവകൃപയാണ്. പക്ഷെ പൗലോസ്ലീഹ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ ഇങ്ങനെ കുഴച്ച് കളയുന്നത്. എന്താണെന്നറിയോ? പൗലോസ്ലീഹ അസാധ്യമായ ഒരു കോൺഫിഡൻസോടെ പറയാണ്, എൻ്റെ മേൽ ഈശോ ചൊരിഞ്ഞ ഒരു കൃപയും നിഷ്ഫലമായി പോയിട്ടില്ല, ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ഗ്രാഫ് എടുക്കണം. ഈ ഭൂമിയിൽ ജന്മം കിട്ടിയ സമയം മുതൽ, നമ്മുടെ ഓർമ്മയൊന്ന് തെളിഞ്ഞ സമയം മുതൽ, നമ്മുടെ പഠിത്തമാവട്ടെ, ജോലി, കരിയർ, നമ്മുടെ ശുശ്രൂഷ എന്ത് തന്നെ ആവട്ടെ, നമുക്കറിയാം എളിമയോടുകൂടി നമ്മൾ സംഭവിക്കുന്നു, നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രാഫ് എടുക്കേണ്ടത് ഇവിടെയാണ്. നിന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ വെറുതെ കളഞ്ഞിട്ടുണ്ടോ? ഈ കഴിവ്, ഈ സമയം, ഈ കൃപാവരങ്ങൾ, ഈ നിനക്കുള്ള എന്ത് ടാലൻസ് ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ആളുകൾ നിന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മളെല്ലാവരെയും കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ എവിടെയെങ്കിലും അത് വെറുതെ കളഞ്ഞിട്ടുണ്ടോ? സമയം വളരെ പ്രഷ്യസ് ആയ ഒരു കമ്മോഡിറ്റിയാണ്. നിങ്ങളുടെ കഴിവുകൾ കർത്താവ് തന്നതാണ്. ഒത്തിരി പേര് ചിലപ്പോൾ അസൂയോടെ നിങ്ങൾ നോക്കുന്നുണ്ടാവും. പക്ഷെ അത് ആ കഴിവിനെ വെറുതെ കളഞ്ഞോ? ആ സമയത്തെ വെറുതെ കളഞ്ഞോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരങ്ങൾ, കൃപാവരങ്ങൾ, മാമോദീസായാലും സ്റ്റൈൽ ലേഖനത്തിലും വചനവായനയിലും കൂദാശയിലും ഒക്കെ കിട്ടിയ ആത്മീയ വരങ്ങൾ എന്തേലും വെറുതെ കളഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മളൊരു വലിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതാണ്. അറിയാം എല്ലാം ദൈവകൃപയാണ്. പക്ഷെ പൗലോസ്ലീഹയെ പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം, എൻ്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ കൃപ ഒന്നുപോലും വെറുതെ ആയിപ്പോയിട്ടില്ല. അവിടെയാണ് നല്ല ഒന്നാന്തരം ഈശോയുടെ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നത്.